പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, 2026 സമസ്ത 3ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ഈ മാസം 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഒരു സമയം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പും പഠനമൊക്കെ എത്രത്തോളമായി എന്ന് വിലയിരുത്തപ്പെടേണ്ട സമയമാണ്. കാരണം ഒട്ടുമിക്ക മദ്രസകളിലും പാഠം കഴിഞ്ഞു റിവിഷൻ നടക്കുകയാണ്. പല മദ്രസകളിലും മോഡൽ എക്സാമുകൾ നടക്കുന്നു. പരീക്ഷയുടെ കാര്യം നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. ഇനിയുള്ള സമയം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രൂപത്തിൽ വിജയിക്കാനും നല്ല മാർക്ക് നേടാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി സമയം കണ്ടെത്തി കഠിനാധ്വാനം ചെയ്ത് പഠിക്കുക. എങ്കിൽ മധുരമുള്ള റിസൾട്ട് കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അതിൻ്റെ ചെറിയ ഒരു സഹായമായി ഞങ്ങളുടെ ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. കഴിഞ്ഞ പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റിലൂടെ സന്തോഷം അറിയിച്ചു. വളരെ ഉപകാരപ്പെട്ട വീഡിയോസുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. തുടർന്നും പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഠിക്കേണ്ട പാഠഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഭാഗങ്ങൾ, മോഡൽ ചോദ്യ പേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തി തരുന്നതാണ്. അത് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷയുടെ ലിസാനിൻ്റെ മോഡൽ ചോദ്യ പേപ്പറും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത്. ചോദ്യത്തിലേക്ക് വരുമ്പോൾ നുക്കമ്മിലു ബിൽ മുനാസിബി, താഴെ കൊടുത്തിരിക്കുന്ന 7 ചോദ്യങ്ങൾക്കും യോജിച്ചത് ബ്രാക്കറ്റിലുണ്ട്. അത് തിരഞ്ഞെടുക്കാനാണ്. ലിസാനിൽ ഉത്തരം എഴുതുമ്പോൾ 100 വട്ടം ആലോചിച്ച് മാത്രമേ എഴുതാവൂ. ഓരോ വാക്കും നമ്മൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കാൻ കഴിയും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ നിങ്ങൾ നോക്കൂ. യാ എന്ന് പറഞ്ഞാൽ ഓ മോനെ ഇങ്ങോട്ട് വായോ എന്ന് പറയില്ലേ, അതുപോലെ യാ എന്ന് പറഞ്ഞാൽ ഓ എന്നുള്ള അർത്ഥമാണ്. ഇബ്നു എന്ന് പറഞ്ഞാൽ മകനാണ്, മക്കൾ എന്നല്ല. നിങ്ങൾ മക്കൾ 2 പേരല്ല, മകൻ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ യാ ഇബ്നു, ഓ മകനെ, ദാരിസുൻ പഠിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് വിട്ടുപോയിട്ടുള്ളത്? ഓ മകനെ നീ, നമ്മുടെ മലയാള ഭാഷയിലേക്ക് തന്നെ വേഗം കടന്നു വരുന്നുണ്ട്. ഓ മകനെ നീ പഠിക്കുന്നവനാണ്. അപ്പോൾ അവിടെ നീ എന്നുള്ളതാണ് യോജിച്ച് ചേർക്കേണ്ടത്. നീ എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാം? അൻത എന്നും പറയും, അൻതി എന്നും പറയും. പക്ഷേ ഇവിടെ മകനായതുകൊണ്ട് ആൺകുട്ടികൾക്കുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആൺകുട്ടികൾക്ക് അൻതയാണ്, പെൺകുട്ടികൾക്കാണ് അൻതി. വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തേത് നോക്ക് നിങ്ങൾ. യാ ഓ, അബുനാ ഓ മക്കളെ എന്ന് പറയുമ്പോൾ ഒരാളല്ല, 2 ആളല്ല, 2ൽ കൂടുതൽ ആളാണ്. അപ്പോൾ 2ൽ കൂടുതലുള്ളതേ ഇങ്ങോട്ട് സൂട്ടാവൂ, യോജിക്കുള്ളൂ, അതേ തിരഞ്ഞെടുക്കാവൂ. ദാരിസൂന നിങ്ങൾ പഠിക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ എന്നുള്ളത്, പഠിക്കുന്നു എന്ന നിങ്ങൾ എന്നുള്ളത് ഡാഷിലാണ് വരുന്നത്. അപ്പോൾ ഓ മക്കളെ പഠിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ മലയാളം വേഗം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ അവിടെ ഏതാണ് യോജിച്ചത്? അൻതും എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് അൻതുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നുള്ളത് തന്നെയല്ലേ, എന്തുകൊണ്ട് അത് യോജിക്കുന്നില്ല? കാരണം അബ്നാഉ എന്ന് പറയുന്നത് ആൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അൻതുമേ പറ്റൂ. അപ്പോൾ അതും ഫുള്ളായിട്ട് മനസ്സിലായി. ഇനി ഉലായിക്ക, അവർ, ഉലായിക്ക എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. അൽ മുഫ്ലിഹൂന വിജയിച്ചവരാണ്. അപ്പോൾ അവർ എന്നുള്ളത് അതിനോട് യോജിച്ച് വരുന്നത് ഇതിലേതാണ്? ഹും എന്നുള്ളതാണ്. ഹുവ ഒരാൾ, ഹുമ 2 പേര്, ഹും അവർ കുറേ പേര്. ആ ഹും എന്നുള്ളത് അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി ബൈത്തുക്കും വീട്, നിങ്ങളുടെ വീട്. അപ്പോൾ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ വീട് എവിടെയാണ്, ഏതാണ് യോജിച്ചത്? ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട്. ഇന്തൊക്കെ ദറാജത്തുൻ, ബൈക്ക് നിൻ്റെ അരികിൽ, അതിൻ്റെ മലയാളം എന്താണ്? ഉണ്ടോ എന്ന് വേഗം വരുന്നില്ല നമ്മളെ മൈൻഡിലേക്ക്. അപ്പോൾ ആ ഉണ്ടോ എന്നുള്ളതിനോട് യോജിച്ചത് ഉണ്ട് ഇതിൽ, അത് ഹല്ലാണ്. ഹൽ ഇന്തൊക്കെ ദറാജത്തുൻ, നിൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ? ഇനി അൽ ബിൻതു പെൺകുട്ടി, അപ്പോൾ പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടിക്ക് യോജിച്ചതേ തിരഞ്ഞെടുക്കാവൂ. ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്, പെൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു എന്നല്ലേ പറയാം. അപ്പോൾ പോകുന്നു എന്നതെനിക്ക് യദ്ഹബു പറ്റും, തദ്ഹബും പറ്റും. പക്ഷേ അവിടെ പെൺകുട്ടിയാണ്, ബിൻതാണ്. അപ്പോൾ തദ്ഹബുവേ പറ്റുള്ളൂ, കാരണം ആണുങ്ങൾക്കുള്ളതാണ് യദ്ഹബു വരുന്നത്. ഇനി
അൽ വലതു ആൺകുട്ടി ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് മലയാളത്തിൽ തന്നെ വേഗം കിട്ടും പോകുന്നു. അപ്പോൾ അവിടെ ഏതാണ് ആൺകുട്ടിയോട് ചോദിച്ചത് യദ്ഹബു ആണ്. യദ്ഹബു യദ്ഹബാനി യദ്ഹബുന. യദ്ഹബു ഒരാൾ പോകുന്നു, യദ്ഹബാനി രണ്ടാൾ പോകുന്നു, യദ്ഹബൂന ഒരുപാട് ആളുകൾ പോകുന്നു. അപ്പോൾ യദ്ഹബു ആണ് ചോദിച്ചത്. ഇതുപോലെയാണ് ലിസാനിൽ ഓരോന്നും നമ്മൾ യോജിപ്പിക്കേണ്ടത്. ഓരോ പദങ്ങളും നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ഉത്തരം വേഗത്തിൽ തന്നെ മിന്നൽ പോലെ നമ്മുടെ മൈൻഡിലേക്ക് വരും. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്നതുകൂടെ ദുആ ചെയ്യുന്നു. ഇനി രണ്ടാമത്തത് നുജീബു ഫിൽ വാത്തിൽ അറബിയ. അറബിയിൽ ഉത്തരം എഴുതുക. അറബിയിലെ എഴുതാവൂ. അതിനേക്കാളും എളുപ്പമുള്ള ചോദ്യമാണിത്, പറഞ്ഞു തരാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മാ ദാലിക, അത് എന്താണ് എന്നാണ് ചോദ്യം. അവിടെ ഒരു കോഴിയുണ്ട് അല്ലേ, പൂവൻ കോഴി. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പാഠഭാഗത്തിൽ വരുന്ന ഇതുപോലത്തെ വേർഡുകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പൂവൻ കോഴിയെ കൊടുത്തിട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറബിയിൽ എഴുതാൻ കഴിയണം അത് പൂവൻ കോഴിയാണ്. വെറും പൂവൻ കോഴി എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത് പൂവൻ കോഴിയാണ് എന്ന് പറയുമ്പോഴാണ് അർത്ഥം പൂർത്തിയാകുന്നത്. അത് എന്നുള്ളതിനെന്താ പറയുക? ദാലിക്ക എന്നതാണ് അത്. അപ്പോൾ തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്ന് തന്നെയല്ലേ ഉസ്താദെ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അതെ, ദാലിക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ്, തിൽക്ക എന്ന് പറഞ്ഞാലും അതാണ്. പക്ഷേ ആൺവർഗത്തിന് ഉപയോഗിക്കുക ഏതാണ്? ദാലിക്കയാണ്. പെൺവർഗമാണെങ്കിലാണ് തിൽക്ക, താ ഉള്ള തിൽക്ക ഉപയോഗിക്കുക. നേരെ മറിച്ച് ഇവിടെ പൂവൻ കോഴിക്ക് പകരം പെടക്കോഴിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? തിൽക്ക ഉപയോഗിച്ച് ദജാജത്തുൻ എന്ന് പറഞ്ഞാലല്ലേ പിടക്കോഴി, അങ്ങനെ പറയാമായിരുന്നു. അപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് പ്രത്യേകം നമ്മൾ ലിസാനിൽ നോക്കണം. അത് എന്നുള്ളത് തന്നെയാണ് ദാലിക്കക്കും തിൽക്കക്കും, പക്ഷേ വ്യത്യാസമുണ്ട്, വർഗ്ഗ വ്യത്യാസമുണ്ട്. അതും നിങ്ങളിപ്പോൾ ഈ കേട്ടതിലൂടെ പഠിച്ചില്ലേ, മാഷാ അല്ലാ. ഇനി അയിനൽ ഹിറത്തു, പൂച്ച എവിടെയെന്ന് ചോദിച്ചാൽ ആദ്യം പൂച്ച എന്ന് എഴുതണം. അൽ ഹിറത്തു എന്ന് ആദ്യം എഴുതണം. അൽ ഹിറത്തു അല ഷജറത്തി, പൂച്ച എവിടെയാണ്? മരത്തിൻ്റെ മുകളിലാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അയിനൽ കലം, പേന എവിടെയാണ്? നിങ്ങൾക്ക് അതിൻ്റെ താഴെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ, കീശയിലാണ് പേനയുള്ളത്. അപ്പോൾ പേന എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം. ആദ്യം പേന എന്ന് എഴുതണം. അൽ കലമു, പേന ഫിൽ ജൈബി, കീശയിലാണ്. അപ്പോൾ ഫിൽ ജൈബി കീശയിലാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മൂന്നാമത്തതാണ് വായിക്കുന്നത്. ഇപ്പോൾ വായിച്ച രണ്ടെണ്ണത്തിനേക്കാൾ എളുപ്പമുള്ളതാണ് ഇത്. നെക്റഉനു അയ്നുൽ ഫീലൽ മുലാരി മിനൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളിൽ നിന്ന് മുലാരിയായ ഫീൽ ഒന്ന് താഴോട്ട് എഴുതിയാൽ മതി. മുലാരിയായ ഫീൽ അതിൻ്റെ ആ മോഡൽ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഫഅല എപ്പോഴും ഫഅല മോഡലിൽ നസറ, ഫഅല, ഫതഹ, ഫഅല ഈ മൂന്നക്ഷരം വരുന്നത് മാലിയാണ്, അത് നമുക്ക് വേണ്ട. ഫഅല ഈ മൂന്നക്ഷരം വരുന്നത് മാലി, അത് വേണ്ട. ഇനി നമുക്ക് യഫ്അലു രൂപത്തിൽ വരുന്നത്, യഫ്അലു, യുഫ്അലു ആ രൂപത്തിൽ വരുന്നതാണ് മുലാരി, അത് നമുക്ക് വേണം. അപ്പോൾ യഫ്അലു അത് 14 ഉണ്ടാകും. നമ്മൾ സർഫാക്കുക എന്ന് പറയും. യഫ്അലു എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തു എന്നാണ്. അതിൻ്റെ ഒരാൾ ചെയ്തു എന്നുള്ളത് ആണാണ്. ഇനി രണ്ടാൾ ചെയ്തു, മൂന്നാൾ ചെയ്തു, അതും സ്ഥലത്തില്ലാത്ത ആണുങ്ങൾ. അതുപോലെ തന്നെ സ്ഥലത്ത് ഇല്ലാത്ത പെണ്ണുങ്ങൾ. അതുപോലെ തന്നെ ഇനി സ്ഥലത്തുള്ള ഒരാണ് ചെയ്തു, രണ്ടാണ് ചെയ്തു, മൂന്നാൾ ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ 14 വാക്കുകൾ മുലാരിയായ ഫീലിനുണ്ടാവും. ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകുന്നുണ്ടേ, ഒന്ന് ശ്രദ്ധിച്ചോ. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന, അഫലു, നഫലു. ഈ 14 ഇപ്പോൾ മുലാരിയായ ഫീലിനുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് അത് പഠിച്ചു വെക്കാം, അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ അതൈന എന്നുള്ളതിൽ അതൈന, അലിഫ്, താ, യാ, നൂന് ഈ 4 അക്ഷരം വരുന്ന പദങ്ങളാണോ ഉറപ്പായിട്ടും മുലാരിയായിരിക്കും. അത്തൈന അക്ഷരങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇനി അത്തൈന എന്നുള്ളതിൽ അക്ഷരങ്ങൾ ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അനിയത്തി എന്ന് ഓർത്താൽ മതി. നിങ്ങൾക്കൊക്കെ അനിയത്തി ഇല്ലേ, അനിയത്തി, അനിയത്തി. ഇതിലുള്ള ഈ 4 അക്ഷരങ്ങളുള്ള പദത്തിൻ്റെ ആദ്യത്തേതാണ് നോക്കേണ്ടത്, വേറെ എവിടെ നോക്കരുത്. ആദ്യത്തെ അക്ഷരം ഇതാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് മുലാരിയായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഞാൻ താഴെ തിരഞ്ഞെടുത്ത് എഴുതിയിട്ടുള്ളത് യഹ്സബൂല് യാ ഉണ്ട്, യസ്ദുറൂല് യാ ഉണ്ട്, യജിലിസു എന്നുള്ളതിൽ യാ ഉണ്ട്, യഷ്റബു എന്നുള്ളതിൽ യാ ഉണ്ട്, യക്കൂലു എന്നുള്ളതിൽ യാ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞ രൂപത്തിലേക്ക് അക്ഷരങ്ങൾ മാറ്റി വരികയാണ്. ഇപ്പോൾ യഹ്സബു എന്നുള്ളത് തഹ്സബു ആയാലും മുലാരിയാണ്, അഹ്സബു ആയാലും മുലാരിയാണ്, നെഹ്സബു ആയാലും മുലാരിയാണ്. ഓർത്തു വെച്ചോളൂ, അനിയത്തി ഈ 4 അക്ഷരങ്ങൾ. ഇനി യസ്ദുർ ഒന്ന് നിങ്ങൾ പറഞ്ഞ്, യസ്ദുർ തസ്ദുർ ആണെങ്കിലും മുലാരിയാണ്, നെസ്ദുർ ആണെങ്കിലും മുലാരിയാണ്, അസ്ദുർ ആണെങ്കിലും മുലാരിയാണ്.
അപ്പോൾ ഈ 4 അക്ഷരങ്ങൾ തുടക്കത്തിൽ വന്നാൽ അത് മുളാരിയാണ്. എന്ത് എളുപ്പമാണ്. ഓക്കെ. ഇനി നാലാമത്തത് നുക്കമ്മിലുൽ ഫറാഅ, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബിയിൽ 14 വരുന്നത് ആദ്യം ഒരാണ്, രണ്ടാണ്, മൂന്നാണ്. അത് സ്ഥലത്തില്ലാത്തതാണ്. ഇനിയും വരുന്നത് ഒരു പെണ്ണ്, രണ്ട് പെണ്ണ്, മൂന്ന് പെണ്ണ്, മൂന്നും അതിൻ്റെ കൂടുതലുണ്ടാവും അതിൽ. അപ്പോൾ അതും സ്ഥലത്തില്ലാത്ത. ഇനി സ്ഥലത്തുള്ള ഒരാണ്, രണ്ടാണ്, മൂന്നാണ്. സ്ഥലത്തുള്ള ഒരു പെണ്ണ്, രണ്ട് പെണ്ണ്, മൂന്ന്, മൂന്നിൽ കൂടുതൽ. ഞാൻ, ഞങ്ങൾ. അതിൻ്റെ ചെറിയ ലമീറായി വരുന്ന പദമാണ് ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. ഹുമ അവർ രണ്ടുപേര്, ഹും അവർ കുറേ പേർ, ഹിയ അവൾ, ഹുമ അവർ രണ്ടുപേര്, ഹുന്ന അവർ കുറേ സ്ത്രീകൾ, അൻത നീ ആണാണ്, അൻതുമ നിങ്ങൾ രണ്ടാണുങ്ങൾ, അൻതും നിങ്ങൾ കുറേ ആണുങ്ങൾ, അൻതി നീ ഒരു പെണ്ണ്, അൻതുമ നിങ്ങൾ രണ്ട് പെണ്ണ്, അൻതുന്ന നിങ്ങൾ കുറേ പെണ്ണ്, അന ഞാൻ, നെഹ്നു ഞങ്ങൾ, അന ഞാൻ, നെഹ്നു ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ഒരു പട്ടികയിൽ പൂർത്തിയാക്കേണ്ടത്. 1 2 3, ഒരാണ്, രണ്ടാണ്, മൂന്നാണ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി നോക്കുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഉറപ്പായിട്ടും വരും, കാണാതെ പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ താഴെയുള്ളത് നുഅരിബു, അറബിയാക്കാനാണ്. പ്രത്യേകിച്ച് പറയാനില്ല. ഈ 2 ചോദ്യവും പരിഭാഷപ്പെടുത്താനും അറബി എഴുതാനും ഉറപ്പാണ്. പക്ഷേ ഏതാണ് ചോദിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പാഠത്തിലെ പ്രധാന വിഷയങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ച മുഴുവൻ മാർക്കും കിട്ടുള്ളൂ. ഇവിടെ എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നത്? നിൻ്റെ വീട് എവിടെയാണ്? ഐന എന്ന് പറഞ്ഞാൽ എവിടെ, വീട് എന്ന് പറഞ്ഞാൽ ബൈത്ത്, ക എന്ന് പറഞ്ഞാൽ നിൻ്റെ. ഐന ബൈത്തു ക, നിൻ്റെ വീട് എവിടെയാണ്? ഇനി ബാഗ് മേശപ്പുറത്താണ്. ബാഗിന് നമ്മൾ പഠിച്ചതാണ് അൽ ഹഖീബത്തു അല തോവിലത്തി, മേശപ്പുറത്താണ്. അപ്പോൾ ഇത് ചോദിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് ചോദിച്ചു കഴിഞ്ഞതല്ലേ. ഇനി നാലാമത്തത് നുത്തർജിമു, ആറാമത്തത് പരിഭാഷപ്പെടുത്താനാണ്. അതിൽ യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി. അപ്പോൾ യദ്ഹബു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വായിച്ചു, പോവുക എന്നുള്ളതാണ്. കുട്ടി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. അതിൽ ചില വേർഡുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതൊന്ന് നോക്കിയിട്ട് അതിനോട് യോജിച്ച് വരുന്നത് നമ്മൾ പാഠത്തിൽ എന്താ പഠിച്ചത്? കുട്ടി പള്ളി. കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടെത്താൻ പറ്റും. 2 അൻതുമ തെക്തുബാനി. അൻതുമ നമ്മൾ പറഞ്ഞു, അൻത എന്ന് പറഞ്ഞാൽ നീ, അൻതുമ നിങ്ങൾ രണ്ടാൾ. തെക്തുബാനി മുലാരിയാണ്. തെക്തുബ് എന്ന് പറഞ്ഞാൽ എഴുതുക, തെക്തുബാനി രണ്ടാൾ എഴുതലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എഴുതുന്നു. എത്ര എളുപ്പമാണ്. ഇതുപോലെയാണ് ലിസാൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടത്. ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്കാണ്. വെറുതെ അലസ സ്വഭാവത്തിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോകുന്ന വഴി കാണില്ല. ചെറിയ തെറ്റുകൾക്ക് വലിയ മാർക്ക് നഷ്ടപ്പെടുന്ന ശൈലിയാണ് ലിസാനിലുള്ളത്. പറഞ്ഞ പ്രകാരം പഠിക്കുക. ഇനിയും നമുക്ക് ലിസാൻ്റെ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തണം, മറ്റു വിഷയങ്ങൾ പരിചയപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബായിട്ട് കൂടെ ഉണ്ടാവണം. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് ആമീനോ അൽഹംദുലില്ലയോ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ആമീൻ.